ഇവനൊക്കെ പറയുന്ന കേട്ട എനിക്ക് വെറും രോമമില്ല. ഇതാണ് എടാ, നീ അമ്മായിന്നോ മാമാന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചാലും എനിക്കിത് ഇതാണ് രോമം ഇല്ല കയ്യിലൊന്നും. ഇതാണ്, മനസ്സിലായോ? അതാണ് രേണുസുതി. കഴിഞ്ഞ ദിവസം രേണുസുതി ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ റീൽസിന്റെ താഴെ ഭയങ്കരമായി നെഗറ്റീവ് കമന്റ്സ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ് ഇങ്ങനെയുള്ള കമന്റ്സുകൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഫേസ്ബുക്കിലുള്ള ആൾക്കാർക്ക് എതിരെ ഇട്ടൊരു വീഡിയോ ആണത്. സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ്. അത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, രേണുസുതിയാണ് പറഞ്ഞുകൊണ്ട് നടന്നത്. എല്ലാ കമന്റ്സുകളും, അതായത് എല്ലാ നെഗറ്റീവ് കമന്റ്സുകളും എനിക്ക് പൂമാലകൾ പോലെയാണ്. നെഗറ്റീവ് കമൻറ്റ് ഇല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടത്തില്ല. നെഗറ്റീവ് കമൻറ്റ്സ് കാരണമാണ് ഞാൻ ഇത്രയും വളർന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന രേണു കംപ്ലീറ്റ്ലി ഇപ്പോൾ അങ്ങ് മാറിയിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓപ്പൺ ആക്കത്തില്ല. ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത്. നീയൊക്കെ എന്താ ഓർത്ത ഞാൻ നിന്റെയൊക്കെ കമന്റ് കുത്തിയിരുന്ന് വായിച്ച് എനിക്കങ്ങ് വിഷമാവുന്നു. കോപ്പ് വിഷമാവും രേണുസുതിക്ക്. രേണുസുതി എന്ന് പറയുന്നൊരു വ്യക്തി, നീയൊക്കെ എൻ്റെ ഒരു പകുതി കേട്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ നല്ല ഒന്നാം തരം ധൈര്യമുള്ള പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഞാൻ കേട്ടതിൻ്റെ 1% നീയൊക്കെ കേൾക്കുമോ? അമ്മായിമാരും ഒന്ന് കേട്ട് നോക്കിക്കേ. നീയൊക്കെ നിൽക്കത്തില്ലല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? നിങ്ങൾ അങ്ങനെയുള്ള പ്രവൃത്തികളാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടിയത്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ പറയുന്ന നെഗറ്റീവ് എന്ന് പറയുന്നൊരു സാധനം വരുന്നത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾ എപ്പോഴും നാട്ടുകാരെ വന്നിരുന്ന് കുറ്റം പറയേണ്ട ആവശ്യം എന്തുവാ? ആൾക്കാർക്ക് കമൻറ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയി കഴിഞ്ഞാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് കമൻറ്റ് ഇടാനുള്ള എല്ലാവിധ അവകാശവും ഉണ്ട്. നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമാണെങ്കിൽ, അതായത് നിങ്ങളെ പല പച്ച തെറിയും വിളിച്ച് വല്ലതും കമൻറ്റ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. അല്ലാതെ ചുമ്മാ വന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള ഷോപ്പ് കാണിച്ചിട്ട് കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കമൻ്റ് ഒന്നും നോക്കാറേ ഇല്ല, എനിക്കതിൻ്റെ ആവശ്യമേ ഇല്ല, ഞാൻ എന്തിനാ എംആർഐയൊക്കെ പുറകെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇങ്ങനെ വന്നിരുന്ന് മെഴുകുന്നത്? ഓടും കുറ്റിയും പറിച്ചോണ്ട്. രേണുസുതി അങ്ങനല്ല. ഇതല്ല, ഇതൊക്കെ മേലെ കേട്ടിട്ട് ഈ വന്നവരും ഇവരും എല്ലാവരും അല്ലാത്തവർ, ചുമ്മാ നോക്കി നിൽക്കുന്നവരും നോക്കുകൂലിയാകുന്നവരും എല്ലാവരും എനിക്കിട്ടിട്ട് രേണുസുതി എന്നൊരു അഞ്ചടി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. 4 അടിയൊക്കെ കാണത്തേ ഉള്ളൂ. എനിക്ക് ആകെ ഇച്ചിരേ ഉള്ളൊരു സാധനം 40 കിലോ അത്ര ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വ്യക്തിയെ ഇട്ട് ഈ ലോകമെമ്പാടുമുള്ള ഈ ആരെങ്കിലും നമ്മൾ വിമർശിക്കുന്ന സമയത്ത് അയാളുടെ വെയിറ്റും ഹൈറ്റും ഒന്നും നോക്കിയിട്ടൊന്നുമല്ല, അയാളുടെ പ്രവൃത്തി അനുസരിച്ചാണ് മനുഷ്യരെ നമ്മൾ വിമർശിക്കുന്നത്. സോ നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ അങ്ങ് താഴ്ത്തി കെട്ടാതിരി. അതേ കണക്ക് തന്നെ ഞാൻ ഭയങ്കര അങ്ങ് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ വീട് നോക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുന്നതെന്നല്ല. ഇതൊക്കെ പണ്ടൊരു സമയത്ത് രേണു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഒരിക്കലും രേണു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരും വിശ്വസിക്കത്തില്ല. ഇപ്പോൾ രേണുവിന് ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും, ബോട്ടോക്സ് ചെയ്യാൻ പറ്റും, അങ്ങനെ പല പല കാര്യങ്ങൾ രേണുസുതിക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി എല്ലാം ഉണ്ട്. അപ്പം നിങ്ങളെ തന്നെ ഇപ്പം താഴ്ത്തി കെട്ടേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളി കുറെ അമ്മാവന്മാരും മാമിമാരും കുറെ ഫേസ്ബുക്കും പൊട്ട കുറെ ഫേക്ക് ID ചെറ്റകളും കിടന്ന് എന്നെ ഇട്ട് തെറി പറയുന്നൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് വെച്ചിട്ട് നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഞാൻ എന്തേലും തോന്നിവാസം കാണിച്ചോ? നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഒന്നും കാണിക്കുന്നില്ലല്ലോ. നിങ്ങൾ ആരുടെയും വീട്ടിൽ പോയി ഒരു തോന്നിവാസവും കാണിച്ചില്ല. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്ക് അത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കര രീതിയിൽ മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ പല മാർഗ്ഗങ്ങളും സ്വീകരിക്കാം. നിങ്ങൾക്ക് കോടതിയിൽ പോകാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാം, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. രേണു ഇന്നേ വരെ ജീവിതത്തിൽ കൊടുത്ത ആകപ്പാടെ ഒരു യൂട്യൂബറിൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ടുള്ളൂ, അതുലിൻ്റെ പേരിൽ. എന്നിട്ട് അത് കൊടുത്തിട്ട് എന്തായി? അതുകൊണ്ട് ഒന്നും ആയതുമില്ല. രേണു കാണിക്കുന്ന കാര്യത്തിനെ നമുക്ക് മാന്യമായിട്ട് വിമർശിക്കാൻ പറ്റും, അതിനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ആദ്യമേ സ്വന്തമായിട്ട് നന്നാവ്, എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ പാ. നിങ്ങൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ആദ്യം നിർത്ത്. അമ്മാതിരി നെഗറ്റീവായിരുന്നു നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്തെല്ലാം പരിപാടി നിങ്ങൾ കാണിച്ചു, തുടക്കം തൊട്ട് നിങ്ങളൊന്ന് എടുത്തു വെച്ച് നോക്ക്. ഏതെങ്കിലും ഒരു നല്ല കാര്യമുണ്ടോ? കംപ്ലീറ്റ്ലി നെഗറ്റിവിറ്റിയാണ് ഇവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും കളിയടാ, ഞാൻ അമ്മായി ആയിക്കോട്ടെ, നീ ആരാ? നീ ഒരു വെറും എന്താ പറയുക, ഒരു പ്രൊഫൈലും ഇല്ലാത്ത ഒരുത്തനല്ലേ. നീ മര്യാദയ്ക്ക് നിന്റെ പ്രൊഫൈലിൽ വാ. ഇല്ല, ഞാൻ ഹായ് ആർക്കും തരാനല്ല കേട്ടോ ഞാൻ വന്നത്. ഈ ഒരു കാര്യം പറയണം, എല്ലാവർക്കും ഹായ്. അപ്പം എന്താ പറയാ, ഈ മാമിമാരുടെ വിചാരം ഇതൊക്കെ കേൾക്കും. എന്നെ അങ്ങ് ആ കൂട്ടിയും പൂക്കുട്ടിയും അങ്ങ് പച്ചയ്ക്ക് തെറി വിളിക്കും ഇവന്മാരെന്തൊരു മാന്യന്മാരായിട്ട് ജോലി ചെയ്യുന്നു. നിങ്ങളെ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് അവർ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കൾച്ചറാണ്. പക്ഷെ അത് നിങ്ങൾ ഒരിക്കലും എടുത്ത് വെച്ചിട്ട് പിന്നെ റിയാക്ട് ചെയ്ത് വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെ ഒരു മാന്യത കാണിക്കാം. അല്ലാതെ നിങ്ങൾ പിന്നെയും ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് വാശിയും ദേഷ്യവും നിങ്ങളുടെ ഇമോഷൻസ് കാണിക്കുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും നെഗറ്റീവ് കൊടുക്കുന്നത്. നിങ്ങൾ ഈ ഇട്ട വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ചീത്തവിളി തന്നെയാണ്.
കാര്യം എന്താ? നിങ്ങൾ ഈ ഒരു സംസാരം രീതിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു മനുഷ്യർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. കൊച്ചുമക്കളോട് എന്നെ സ്നേഹിക്കുന്നു, മക്കളെ മരുമക്കളെയൊക്കെ അവർക്കൊക്കെ നല്ല ഗ്രാൻഡ് പായും ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ഇവർ വീട്ടിൽ നിൽക്കുക. പക്ഷെ അവരുടെ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്നെ വിളിക്കുന്ന തെറി, ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ വിളിക്കുന്ന തെറി. നിങ്ങൾ കൊച്ചുമക്കള്, വിവരമുള്ള കൊച്ചുമക്കളുണ്ടല്ലോ, അവരതുപോലെ മരുമക്കളുണ്ടല്ലോ, അവർ നിങ്ങളുടെ ഈ മാമന്മാരുടെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യുക. എന്താണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് എനിക്ക് മനസ്സിലായി. എനിക്കെതിരെ ഇവർക്ക് നാണമില്ലേ എന്നാ പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇപ്പൊ ഒരു കമന്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആ മാമന്മാർക്ക് നാണമില്ലേ എന്നാ ആലോചിക്കുന്നത്. ഫേസ്ബുക്കിലാണ് പ്രശ്നം. ഫേസ്ബുക്ക് മാമന്മാർക്കും മാമിമാർക്കുമാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു ഫേസ്ബുക്ക് കുറച്ച് കമന്റ്സ് എടുത്ത് വായിച്ചാൽ, നിങ്ങൾ ഇപ്പൊ നോക്കി എന്റെ ഏതെങ്കിലും ഒരു വീഡിയോ ഫേസ്ബുക്കിലുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് ആ കമന്റ്സ് മാത്രം, കമന്റ് സെക്ഷൻ, നിങ്ങളുടെ സകലമാന വീഡിയോയ്ക്കും തെറിവിളികളാണ്. കാര്യം എന്താന്ന് നിങ്ങൾ തന്നെ ഇരുന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആദ്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും സപ്പോർട്ടുള്ളത് ഈ പറയുന്ന കിച്ചുവിനായിരുന്നു. എന്തായാലും അവനായിട്ട് തന്നെ അതങ്ങ് പോക്കി തന്നിട്ടുണ്ട്. കാര്യം അവനും അവൻ്റെ കൂട്ടുകാരും വന്നിരുന്നിട്ട് ഒരു ബോധമില്ലാതെ വന്ന് സംസാരിച്ചത് ജനങ്ങൾ മൊത്തം കണ്ടതാണ്. അപ്പോൾ നിൻ്റെയൊക്കെ സത്യം പറഞ്ഞാൽ തനിക്കണോ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇത് എന്നെക്കാട്ടിയും കൂടുതൽ അറിയാവുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു വിഷയം ഏറ്റവും കൂടുതൽ മുതലെടുത്തതാണ് നിങ്ങൾ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പിന്നെയും വീഡിയോ ഇട്ടിട്ട്, അതായത് നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങളെ 10 പേര് കാണും, പിന്നെ നിങ്ങൾക്ക് ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ ഉദ്ദേശം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലായിരിക്കും, ഇതൊക്കെ വളരെ ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ എന്നും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടെങ്കിൽ അത് രേണുവിൻ്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് രേണു ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് എനിക്കൊന്ന് കാണണം. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. കമന്റ് സെക്ഷൻ മാത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിടുന്ന വീഡിയോ പോലും അല്ലായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു റീലും ഇടാറില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് നേരെ ഫേസ്ബുക്കിലോട്ട് പോകുന്നതാണ്. അപ്പം ഫേസ്ബുക്ക് റീല് നിങ്ങളൊന്നും എടുത്തേക്ക്. നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ നിങ്ങളെ കണ്ടല്ലേ വളരുന്നത്, മാമന്മാരെ മാമിമാരെ കണ്ടല്ലേ വളരുന്നത്. മനസ്സിലായി? അപ്പൊ ഈ വൃത്തികെട്ട തരങ്ങളാണോ നിങ്ങൾ ഈ കമന്റ് ഇടുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ? ഫേസ്ബുക്ക് മാമന്മാരെ മാമിമാരെ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ തെറി വിളിക്കുന്നത്? ഞാൻ വീഡിയോ ചെയ്യുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? നമുക്ക് പല ആൾക്കാരെയും കമന്റിലൂടെയും വീഡിയോയിലൂടെയും ഒക്കെ വിമർശിക്കാം, അത് വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ. പക്ഷേ പച്ച തെറി വിളിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ റിയാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കമന്റ് ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അതിനകത്ത് പൂർണ്ണമായിട്ടും ഞാൻ രേണു സുധിയെ യോജിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെയൊക്കെ പേരിൽ നിങ്ങൾക്ക് ലീഗലി പോകാവുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല? അതാണ് എനിക്കിവിടെ മനസ്സിലാകാത്തത്. നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല? നിങ്ങൾക്ക് അത്രയും വലിയ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഒരുപാട് ആക്ട്രസ്സുമാർ ഇതുപോലെ ഇങ്ങനെ കേസിന് പോയിട്ടുണ്ട്. ഈ ഹണി റോസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ഹണി റോസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് അവരെ എല്ലാവരും പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇതിൻ്റെ ഒന്നും പിന്നിൽ പോകുന്നില്ല. നിങ്ങൾ പിന്നെയും ചെയ്യുന്നത് എന്താ? വീണ്ടും നിങ്ങൾ ഓരോ കണ്ടന്റുകൾ ഇട്ടിട്ട് കൊടുക്കുകയാണ് ആൾക്കാർക്ക്. ജനങ്ങൾ പിന്നെയും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെയും നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധമില്ല. തലയിൽ കയറിയിരുന്നല്ലോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ തലയിലോ നിങ്ങളുടെ മടിയിലോ കയറിയിരുന്നാണോ ഞാൻ വീഡിയോ ചെയ്യുന്നത്? ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എന്തിനു തെറി പറയുന്നു? തെറി പോട്ടെ, വൃത്തികെട്ട, വെറും വൃത്തികെട്ട തരവാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെയൊക്കെ സംസ്കാരമില്ലേ, നിങ്ങളുടെയൊക്കെ സംസ്കാരം, ഞാൻ ആ സംസ്കാരത്തിനോട് ഞാൻ സത്യം പറഞ്ഞ ഞാനായതുകൊണ്ടാണ് ഈ ഭൂമി മലയാളത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലായോ? ഞാനായതുകൊണ്ട്. കാരണം എനിക്ക് ഇവനൊക്കെ പറയുന്ന കേട്ടാൽ എനിക്ക് വെറും രോമമില്ല. ഇതാണ് സംസ്കാരം. എനിക്ക് ഇവന്മാരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വെറും മുടിയാണെന്ന്. എന്താണോ അതിൻ്റെ മീനിങ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവരാണ് അപ്പം ഈ സംസ്കാരത്തെ പറ്റിയിട്ട് പറയുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് കേട്ടോ. ഇവർ ഒരു വായി തന്നെ 2 വർത്തമാനമാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യമേ സ്വന്തമായിട്ട് നന്നാവരേണു, എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ പാ. സംസ്കാരത്തിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ എടുത്ത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കതുണ്ടോയെന്നാണ് നിങ്ങൾ ആദ്യമേ പരിശോധിക്കേണ്ടത്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ രീതിയിലുള്ള സംസാരങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പറയാൻ നിൽക്കത്തില്ല. അവർ നിങ്ങളെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്റ്റാൻഡേർഡാണ്. മനസ്സിലായ? അവരെയൊക്കെ ആ രീതിയിലാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും.
അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അത് വന്നിരുന്ന് തിരിച്ച് റിയാക്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ അവരെ തിരിച്ച് തെറി വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? കൊള്ളാം എന്തായാലും. എടാ നീ അമ്മായിന്നോ മാമാന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചാലും എനിക്കിത് ഇതാണ് രോമം ഇല്ല കയ്യിലൊന്നും. ഇതാണ്, മനസ്സിലായോ? അതാണ് രേണുസുതി. അപ്പൊ കുറേ വൃത്തികെട്ട കമന്റ്സ് കണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് ഞാൻ തുറക്കാത്ത. അതുകൊണ്ടാണ് ഫേസ്ബുക്ക് തുറന്നാൽ ഞാൻ ചുമ്മാ കമന്റ് നോക്കിയത്. എന്താണോ മാനോ കെട്ട വൃത്തികെട്ടവരാണോ നിങ്ങളെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ ഫേസ്ബുക്കിൽ ചീത്തയും നെഗറ്റീവും പറയുന്ന ഈ അമ്മാവന്മാര്, നിങ്ങൾക്ക് ഉളുപ്പില്ലേ? ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനമില്ലേ? ഞാനിവിടെ ഹെയർ ചെയ്യുമോ, അതാ ഞാൻ ക്യാമറ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്, അവരെ കാണണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പം ഉളുപ്പില്ലാത്ത ആൾക്കാരാണോ ഈ ഇതിനകത്ത് കമന്റ് ഇടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉളുപ്പില്ലാത്ത ആൾക്കാർ, ഫേസ്ബുക്ക് മാമന്മാരും മാമിമാരും. ഞാൻ മര്യാദക്കുള്ള ഭാഷയിലാണ് ഞാൻ സംസാരിച്ചത്. കാരണം നിങ്ങളുടെയൊക്കെ കമന്റ് കാണുമ്പോഴത്തേനും ഞെട്ടിപ്പോകാറുണ്ട്, മനസ്സിലായോ? ഞെട്ടിപ്പോകാറുണ്ട്. അത് നിങ്ങളുടെയൊക്കെ കൊച്ചുമക്കൾക്കോ അല്ലെ നിങ്ങളുടെയൊക്കെ മരുമക്കൾക്കോ ഈ കമന്റ് അങ്ങോട്ട് കിട്ടുമ്പോഴാണ് നിങ്ങൾ പഠിക്കുന്നത്. അയ്യോ നമുക്കിട്ട് പറയുമ്പോൾ അവർക്കൊന്നും കിട്ടരുത്, കാരണം എനിക്കിട്ട് കിട്ടുന്ന പോലെ ആർക്കിട്ടും കിട്ടരുതെന്ന് ഞാൻ പറയുന്നു, മനസ്സിലായോ? മാമന്മാരും കുറെ മാമിമാരും ഇറങ്ങിയേക്കുന്ന കമന്റ്സ്. ഏത് മാമനാന്നറിയത്തില്ല. സണ്ണി സത്യം എന്ന് പറഞ്ഞൊരു മാമന്റെ കമന്റാണ്. സണ്ണി സത്യം എന്ന് പറയുന്നൊരു മാമന്റെ കമന്റാണ്. ആ മാമന്റെ കമന്റ് നിങ്ങൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഈ വീഡിയോ വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. ആരായി കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്യും. കാര്യം നിങ്ങളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കണ രേണു, നിങ്ങൾ ചെയ്ത പ്രവൃത്തികളാണ് ഇതിനെല്ലാത്തിനും കാരണം, അല്ല വേറെ ഒന്നുമല്ല. നിങ്ങളിപ്പം തന്നെ നിങ്ങൾ നോക്ക്, നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണോ നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടത്? എല്ലാ ആൾക്കാരും മേ ബി പറയുമായിരിക്കും രേണു എന്ത് ചെയ്ത് കഴിഞ്ഞാലും കുറ്റമാണോ, ഇതിനെങ്കിലും നിങ്ങൾക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നത്, വളരെ മോശമായിട്ടുള്ള രീതിയിൽ തെറി പറഞ്ഞ് രേണുവിനെ കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അങ്ങനെയൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രേണു ചെയ്യുന്ന കാര്യങ്ങളിനകത്തോട്ട് നിങ്ങൾക്ക് വിമർശിക്കാം, അല്ലാതെ പച്ച തെറി വിളിക്കേണ്ട ആവശ്യമില്ല. അഥവാ അങ്ങനെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവന്മാരെ ഒന്നും ഒരിക്കലും വെറുതെ വിടരുത്. അവന്മാർക്കെതിരെ നിങ്ങൾക്ക് പല രീതിയിലും പോകാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ അവർ എന്താണോ തെറി വിളിച്ചത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല. ഇത് തന്നെയാണ് ഞാൻ വീണ്ടും പറയണത്. ഇപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. കാര്യം നിങ്ങൾ തന്നെ നിങ്ങളുടെ നിലപാടിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. ആദ്യമൊക്കെ നിങ്ങൾ പറയുന്നത് എനിക്ക് നെഗറ്റീവാണ് വേണ്ടത്, നെഗറ്റീവ് ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കവും സമാധാനവും ഒന്നും ഇല്ല എന്ന്. പിന്നെ നിങ്ങൾ പറയും ഇപ്പോൾ കമൻറ്റ് ബോക്സ് ഞാൻ തുറന്ന് നോക്കാറേ ഇല്ല, കമൻറ്റ് ബോക്സൊക്കെ ആരെങ്കിലും തുറന്ന് നോക്കുമോ, അവരെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയും. അതേ നിങ്ങൾ തന്നെ വന്നിരുന്ന് ഇപ്പം പറയുന്നു കമൻറ്റ് ബോക്സ് തുറന്ന് നോക്കുമ്പോൾ മൊത്തം തെറിവിളിയാണ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ ആൾക്കാരെ എടുത്ത് വെച്ച് അതിനെ റിയാക്ട് ചെയ്യുന്നു. ഇതിനൊക്കെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് യാതൊരു വിധ നിലപാടുമില്ല. പിന്നെ ഫേസ്ബുക്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ പറ്റിയിട്ട് എന്താ നിങ്ങൾ പറയാത്തത്? നിങ്ങളുടെ കണ്ണ് ഈ നെഗറ്റീവ് മാത്രമേ കാണത്തുള്ളൂ, പോസിറ്റീവായിട്ടുള്ള ഒരു സാധനവും കാണത്തില്ലേ? പോസിറ്റീവായിട്ട് നിങ്ങൾ എത്രയോ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാമല്ലോ, എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ഒരുപാട് പേര് ഫേസ്ബുക്കിൽ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ജീവിക്കട്ടെ, എന്തിനാണ് അവരെ ഇങ്ങനെ കടന്ന് ആക്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിനൊന്നും പറ്റിയിട്ട് നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. അതായത് നെഗറ്റീവ് മാത്രം കണ്ടെത്തി റിയാക്ട് ചെയ്ത് ഏത് രീതിയിലാണോ അവർ നിങ്ങളെ തെറി വിളിച്ചത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്ത് വീണ്ടും കണ്ടന്റ് ഉണ്ടാക്കുവാണ്. കാര്യം നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, നിങ്ങളുടെ ലൈവ് എടുത്തുകൊണ്ട് പോയി ആൾക്കാർ വീണ്ടും കൊണ്ടുവന്ന് പല പല പേജുകളിലും യൂട്യൂബിലും ഒക്കെ ഇടുമെന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ലൈവ് പോലും ചെയ്തത്. പിന്നെ ഈ ലൈം ലൈറ്റിൽ എന്നും നിൽക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഓഡിയൻസിനൊക്കെ കണ്ട് മടുത്തു തുടങ്ങി. ഇപ്പം തന്നെ കുറേ ആൾക്കാർക്കൊക്കെ മടുത്തു തുടങ്ങി. പോരാത്തതിന് ഈ കിച്ചുൻ്റെ കൂടെ വിഷയം കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങ് സമാധാനമായി. ഇപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ പോലും റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.